നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എട്ടാമത്തെ പാഠം സർക്കിൾ മെഷേഴ്സ് ആണ്. സർക്കിളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു പോളിഗൺ എടുത്തു നിൽക്കാം. ഒരു പോളിഗൺ എന്ന് പറയുമ്പോൾ ഒരു 6 സൈഡുള്ള പോളിഗൺ. 1, 2, 3, 5, 6. അപ്പൊ 6 സൈഡുള്ള ഒരു പോളിഗൺ എടുത്തു. ഓരോ സൈഡും 2 സെന്റിമീറ്റർ നിൽക്കാം. 2, 2, 2, 2, 2. ഓക്കെ. ഓരോ സൈഡും 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു പോളിഗണിന്റെ പെരിമീറ്റർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറയുമ്പോൾ എത്ര 2 ഉണ്ട്? 6 ഉണ്ട്. 6 ഇൻറ്റു 2 എന്നുവെച്ചാൽ 12 സെന്റിമീറ്റർ ആണ് എന്ത്? ഈ ഒരു ഹെക്സഗന്റെ റെഗുലർ ഹെക്സഗന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നേരത്തെ ഹെക്സഗന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു? അവിടെ സൈഡുകളുടെ അളവ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സർക്കിളിന് എന്തില്ല? സൈഡുകളില്ല. സൈഡുകൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കുക? സർക്കിളിന്റെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. സൈഡുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പുതിയൊരു വഴി വേണം. ആ ഒരു പുതിയ വഴിയിലൂടെ മാത്രമാണ് സർക്കിളിന്റെ വഴി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഒരു വയർ, എത്രയോ നീളമുള്ള ഒരു വയർ, ഈ വയറിനെ എന്താക്കി മാറ്റി? ഒരു സർക്കിൾ ആക്കി മാറ്റി. ഈ വയറിനെ പിടിച്ച് വളച്ച് ഒരു സർക്കിൾ ആക്കി മാറ്റി. സർക്കിൾ ആക്കി മാറ്റിയപ്പോൾ ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ നടുവിലത്തെ ഏറ്റവും വലിയ വരയാണ് ഡയമീറ്റർ. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ചോദ്യം ഇതാണ്: ആ വയറിന്റെ ലെങ്ത് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോ പെരിമീറ്റർ, സർക്കിളിന്റെ പെരിമീറ്ററിന് വേറൊരു പേര് കൂടിയുണ്ട്, സർക്കംഫറൻസ് എന്നാണ് പേര്. ഒന്നില്ലെങ്കിൽ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് എക്സാമിൽ ചോദ്യം വരാം, അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാം. എങ്ങനെ വേണമെങ്കിലും വരാം. എങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ. ഒരു സർക്കിളിന്റെ പെരിമീറ്ററിന്റെ വേറൊരു പേരാണ് സർക്കംഫറൻസ് എന്ന്. ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വയറിന്റെ നീളം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കുള്ള ഒരു ക്ലൂ എന്താണ്? ഈ വയറിനെ ഇങ്ങനെ ഒരു സർക്കിൾ ആക്കി വളച്ചെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഡയാമീറ്ററിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 5 സെന്റിമീറ്റർ ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഞാൻ പറയുകയാണെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കിളിന്റെ ചുറ്റളവിനെയാണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഈ സർക്കംഫറൻസിനെ ഞാൻ ഡബിൾ ആക്കി കഴിഞ്ഞാൽ സർക്കിളിന്റെ ഡയാമീറ്ററും ഡബിൾ ആകും എന്നാണ് എന്റെ ചോദ്യം. നമുക്ക് നോക്കാം. ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഈ ഒരു സർക്കിൾ ആക്കി മാറ്റാൻ ഇപ്പൊ ഇതൊരു ട്രയാങ്കിള്. ഈ ട്രയാങ്കിൾ 3 സൈഡ് ഉണ്ട്. ഈ 3 സൈഡിന് ഞാൻ എന്ത് ചെയ്യുന്നു? 4 സൈഡ് ആക്കുന്നു. ഈ 4 സൈഡിനെ എന്താക്കുന്നു? ഒരു 5 സൈഡ് ആക്കുന്നു. ഈ 5 സൈഡിനെ പിന്നെയും എത്രയാണ്? ഒരു 6 സൈഡ് ആക്കുന്നു. ഓക്കെ, ഇതും 5 സൈഡ് തന്നെയാണ്. ഒരു 6 സൈഡ് ആക്കുന്നു. 1, 2, 4, 6 സൈഡ് ആക്കുന്നു. 2, 3, 4, 5, 6, 7.
ഒരു 7 സൈഡ് ആക്കുന്നു. അങ്ങനെ ഈ സൈഡിന്റെ എണ്ണം കൂട്ടി 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 പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏകദേശം ഈ സർക്കിളിനോട് സാമ്യമാവില്ലേ? സർക്കിളിനോട് ചേർന്ന് വരുന്നത് പോലെയാവില്ലേ? ഇല്ലേ? ഇതിപ്പോ ഞാൻ ഒരു പോളിഗൺ ഇതിന്റെ ഉള്ളിൽ വരച്ചു വന്നേക്കാം. ഈ ഒരു പോളിഗന്റെ ആംഗിള് ഇൻക്രീസ് ചെയ്ത് വന്നാൽ എന്ത് സംഭവിക്കും? സർക്കിളിനെ പോലെ ആവാം അല്ലെ? ഒരു പോളിഗൺ ഞാൻ ഇവിടെ വെക്കുന്നു. ഇനി ഈ ഒരു പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ അതൊന്നും കൂടി സർക്കിളിനോട് ചേർന്ന് വരും. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന പറഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? യെസ്, സിമിലർ ട്രയാങ്കിൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സർക്കിളിന്റെ ഡയമീറ്റർ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർക്കംഫറൻസും ഡബിൾ ആവുന്ന സിമിലർ ട്രയാങ്കിൾസ് എന്ന പറഞ്ഞ പാഠത്തില് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സർക്കിളിന്റെ ഡയമീറ്റർ ഡബിൾ ചെയ്താലും സർക്കംഫറൻസ്, അല്ലെങ്കിൽ ഡയമീറ്റർ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ സർക്കംഫറൻസ് ഡബിൾ ആവും, അല്ലെങ്കിൽ സർക്കംഫറൻസ് ഡബിൾ ആക്കിയാൽ ഡയമീറ്ററും ഡബിൾ ആകും എന്ന് നമുക്ക് പറയാൻ പറ്റും. സർക്കംഫറൻസ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ എന്താണ്? ഡയമീറ്ററും ഡബിൾ ആക്കും എന്നാണ് പറഞ്ഞത്. ഇവർ തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഓക്കെ, സർക്കിളിന്റെ ഈ റിലേഷൻ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിന്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ഡയാമീറ്റർ 2 മീറ്റർ ആണെന്ന് വയ്ക്കാം. സർക്കിളിന്റെ ഡയാമീറ്റർ 2 മീറ്ററും സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 6.28 മീറ്റർ ആണെന്ന് വയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഡയാമീറ്റർ 4 മീറ്റർ ആക്കി കഴിഞ്ഞാൽ അതിന്റെ സർക്കംഫറൻസ് എന്തായിട്ട് വരും? 6.28 മീറ്റർ എന്ന് പറയുന്നതാണ് ആദ്യത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ്. അവിടുത്തെ ഡയമീറ്റർ 2 മീറ്റർ ആയിരുന്നു. ഈ 2 മീറ്ററിനെ 4 മീറ്റർ ആക്കി കഴിഞ്ഞാൽ സർക്കംഫറൻസ് എത്രയായിട്ട് മാറും? 2 മീറ്റർ 4 ആക്കി എന്ന് പറഞ്ഞാൽ 2 മീറ്ററിന്റെ ഡബിൾ അല്ല ആക്കിയത്. 2 മീറ്ററിന്റെ ഡബിൾ ആണ് 4. അതുകൊണ്ട് തന്നെ സർക്കംഫറൻസും എന്താവുന്ന പറഞ്ഞത്? ഡബിൾ ആവും. ഡയമീറ്റർ ഡബിൾ ആക്കിയാൽ സർക്കിളിന്റെ സർക്കംഫറൻസും ഡബിൾ ആയിട്ട് മാറും. ഇവിടെ 6.28ന്റെ ഡബിൾ ആയിരിക്കും 4 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളില് ഉണ്ടാവുക. ഈ 2 മീറ്ററിനെ ഞാൻ 1 മീറ്റർ ആക്കി മാറ്റിയാലോ? 2 മീറ്ററിനെ 1 മീറ്റർ ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2ന്റെ പകുതിയല്ലേ 1 എന്ന് പറയുന്നത്. 2/2 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, 2ന്റെ പകുതിയാണ് 1. ഡയമീറ്റർ പകുതി ആയി കഴിഞ്ഞാൽ എന്ത് വരും? സർക്കംഫറൻസും പകുതിയാകും. 6.28 ഡിവൈഡഡ് ബൈ 2 എന്ന് എനിക്ക് എഴുതാം. 6.28 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3.14 എന്ന് വരും. 3.14 എന്ന് വരും ആ സർക്കിളിന്റെ ഡയമീറ്റർ. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ സർക്കിളിന്റെ ഡയമീറ്ററും സർക്കംഫറൻസും തമ്മിൽ എന്താ റിലേഷൻ? ഡയമീറ്റർ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ സർക്കംഫറൻസും ഡബിൾ ആകും, അല്ലെങ്കിൽ സർക്കംഫറൻസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്ററും ഡബിൾ ആകുമെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കുന്നത് പുതിയൊരു നമ്പറിനെ പരിചയപ്പെടാൻ പോവാണ്. ആ ഒരു പുതിയ നമ്പർ എന്ന് പറയുന്നത് വേറെ ആരുമല്ല. ആ പുതിയ നമ്പർ എന്ന് പറയുന്നത് പൈ എന്നാണ്. പൈ എന്ന് എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെയാണ് പൈ എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ പൈന്റെ വാല്യൂ എന്ന് പറയുന്നത്, അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 14159265 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ ഒരു നമ്പറിന് അവസാനമില്ല. അപ്പൊ പൈന്റെ ഏകദേശം അപ്രോക്സിമേറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 3.14159265 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കാൽക്കുലേഷന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് പൈന്റെ വാല്യൂ നമ്മൾ എത്രയും എടുക്കുന്നു? 3.14 എന്ന് മാത്രമേ നമ്മൾ പൈന്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഈ പൈന്റെ വാല്യൂ ആണ് നമുക്ക് 3.14 എന്നുള്ളത് ഇവിടെ കിട്ടിയത്. ഇവിടെ 6.28 എന്ന് പറയുന്നത് എന്താണ്?
സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. ഈ സർക്കംഫറൻസിനെ 2 എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ ഡയാമീറ്റർ ആയിരുന്നു. സർക്കിളിനെ 6.28 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്ക് പൈന്റെ വാല്യൂ ആയ 3.14 എന്ന വാല്യൂ കിട്ടി. അതേപോലെ ഏതൊരു സർക്കിളിന്റെയും ഇതിനും ഇതേ വാല്യൂ തന്നെയാണ്. ഏതൊരു സർക്കിൾ നിങ്ങൾ വരച്ചോ ആ സർക്കിളിന്റെ ഡയാമീറ്റർ നിങ്ങൾ അളക്കുക, ഇതിന്റെ സർക്കംഫറൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? സർക്കംഫറൻസിനെ ഡിവൈഡഡ് ബൈ ഡയാമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് പൈന്റെ വാല്യൂ തന്നെയാണ്. വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 3.14 എന്ന് പറഞ്ഞ് തുടങ്ങി പോകുന്ന ഒരു നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിനെയും ഡയാമീറ്ററിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ പൈന്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുക. പൈന്റെ വാല്യൂ കാൽക്കുലേഷൻ എളുപ്പമാക്കുവാൻ വേണ്ടി ചിലർ 22/7 എന്നോ അല്ലെങ്കിൽ 3.14 എന്നൊക്കെ പൈന്റെ വാല്യൂ ആയിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ അത് പ്രോബ്ലത്തിനനുസരിച്ചിരിക്കും ഏത് നമ്പർ എടുക്കണം. 22/7 എടുക്കണോ 3.14 എടുക്കണോ അതൊക്കെ പ്രോബ്ലത്തിന് അനുസരിച്ച് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. 22/7 എന്ന് പറയുന്നത് കൃത്യമായിട്ടും പൈന്റെ വാല്യൂ അല്ല വരുന്നത്, പക്ഷെ 3.14നോട് സാമ്യമുള്ള നമ്പർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ 22/7 എന്ന് പറയുന്നത് റിയലിസ്റ്റിക്കലി അത് പൈന്റെ വാല്യൂ അല്ല. അത് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് 22/7 എന്ന്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സർക്കംഫറൻസ് അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, സർക്കംഫറൻസിനെ ഞാൻ സി എന്ന് വിളിക്കുകയാണെങ്കിൽ സി ഈക്വൽ ടു പൈ ഇൻറ്റു ഡി എന്ന് പറയും. ഇവിടെ ഡി എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയാമീറ്ററിനെയാണ്. അപ്പൊ എനിക്കൊരു സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കണം, എനിക്ക് ഇത്രയേ ചെയ്യുള്ളൂ, പൈ ഇൻറ്റു ഡി എന്ന് കണ്ടാൽ മതി. പൈ ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. എനിക്ക് ഡയമീറ്റർ മാത്രം അറിയുമെങ്കിൽ പൈ ഇൻറ്റു ഡി ചെയ്താൽ എനിക്ക് സർക്കംഫറൻസ് കിട്ടും. ഇനി എനിക്ക് ഈ ഡിക്ക് പകരം വേറൊരു രീതിയിലും കൂടി എഴുതാലോ. ഈ ഡീനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 റേഡിയസ് കൂടി ചേർന്നതാണ് ഒരു ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ എനിക്ക് വേറെ രീതിയിലും എഴുതാം. പൈ ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് 2 റേഡിയസിന് ഈക്വൽ ആണ്. അപ്പോ ഡിക്ക് പകരം എന്തെഴുതാം? 2 ഇൻറ്റു ആർ എന്നും എഴുതാം. സർക്കംഫറൻസ് ഈ ഒരു രീതിയിലും കണ്ടുപിടിക്കാം. പൈ ഇൻറ്റു 2 ഇൻറ്റു ആറും പൈ ഇൻറ്റു ഡയാമീറ്റർ എന്നുള്ള രീതിയിലും നമുക്ക് സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 2 ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താണ്? ഡയാമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡിക്ക് പകരം 2 ഇൻറ്റു ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മാത്രം. 2 രീതിയിൽ നമുക്ക് സർക്കംഫറൻസിന്റെ ഫോർമുല മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അല്ലെ, ആദ്യം നമ്മളോട് ചോദിച്ചത് ഒരു വയർ ഉണ്ടായിരുന്നു, ആ വയറിനെ ആ വയറിനെ ഒരു സർക്കിൾ ആക്കി മാറ്റി. ആ ഒരു സർക്കിളിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം, അല്ലെ? അതിന്റെ സർക്കംഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പൈ ഇൻറ്റു ഡി. സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പൈ ഇൻറ്റു ഡയാമീറ്റർ. പൈ ഇൻറ്റു എത്രയാണ് വരുന്നത്? 5. അപ്പൊ പൈന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 3.14 ഇൻറ്റു 5 എന്ന് വരും. 3.14 ഇൻറ്റു 5 എന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര വരും? ഏകദേശം ഒരു 15.7 സെന്റിമീറ്റർ എന്നാണ് എനിക്ക് ആൻസർ കിട്ടുക. ഇതാണെന്ത്? ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി. ഡയാമീറ്റർ വെച്ചിട്ട് നമുക്ക് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് ആൻസറിൽ പൈ ഇടാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ചോദ്യം. കാൽക്കുലേറ്റ് ദ സർക്കംഫറൻസ് ഫോർ ദീസ് സർക്കിൾസ്. ഈ സർക്കിൾസിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യത്തെ ചോദ്യത്തിൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ചോദ്യത്തിൽ റേഡിയസ് തന്നിട്ടുണ്ട്, മൂന്നാമത്തെ ചോദ്യത്തിലും റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. ഈ 3 ചോദ്യം വേഗം ഉത്തരം കണ്ടുപിടിക്കാവോ? വേഗം ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇത് ചെയ്യുവാനായിട്ട് ഞാൻ 1 മിനിറ്റ് തരുന്നതാണ്. 1 മിനിറ്റിനുള്ളിൽ വേഗം കണ്ടുപിടിക്കാവോ? ആദ്യത്തെ ചോദ്യം സർക്കിൾ വിത്ത് ഡയമീറ്റർ 2 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം സർക്കിൾ വിത്ത് റേഡിയസ് 2 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം സർക്കിൾ വിത്ത് റേഡിയസ് 0.5 സെന്റിമീറ്റർ. പെട്ടെന്ന് 3 ചോദ്യത്തിന്റെയും ആൻസേഴ്സ് പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ ടൈം ഔട്ട് ആയിട്ടുണ്ട്. ഈ ചോദ്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സർക്കിൾ വിത്ത് ഡയമീറ്റർ 2 സെന്റിമീറ്റർ. ഡയമീറ്ററിൽ ഇവിടെ തന്നിരിക്കുന്നത് സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സർക്കംഫറൻസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡയമീറ്റർ. ഇവിടെ ഡയമീറ്റർ എത്രയാണ്? പൈ ഇൻറ്റു ഡയമീറ്റർ 2. പൈ ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 പൈ സെന്റിമീറ്റർ. പിന്നെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ ലീവ് പൈ ഇൻ യുവർ ആൻസർ. പൈ നമ്മുടെ ആൻസറിൽ ഇടാമെന്ന് ചോദ്യത്തിൽ പറഞ്ഞത് കൊണ്ട് പൈ വെച്ച് നമ്മൾ സോൾവ് ചെയ്തില്ല. അഥവാ പൈയും കൂടി കണ്ടുപിടിക്കണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? 3.14 ഇൻറ്റു 2 എന്നൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ 4 2 2 6.28 സെന്റിമീറ്ററിന് ആൻസർ വരിക. ഓക്കെ, പക്ഷെ നമുക്ക് പൈ വെച്ച് ആൻസർ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം സർക്കിൾ വിത്ത് റേഡിയസ് 2 സെന്റിമീറ്റർ. സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 2 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത്, ഡയാമീറ്റർ അല്ല. ഡയമീറ്റർ ആണ്, റേഡിയസ് ആണ് തന്നത്. അതുകൊണ്ട് എന്ത് എഴുതണം? 2 ഇൻറ്റു ആർ. പൈ ഇൻറ്റു 2 ഇൻറ്റു ആർ എന്നാണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. റേഡിയസ് ആണ് തന്നെങ്കിൽ എന്ത് വരും? പൈ ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 4 എന്ന് വരും. പിന്നെ 4 ഇൻറ്റു പൈ 4 പൈ സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. ഇനി മൂന്നാമത്തെ ലാസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ വരും? ഇവിടെയും റേഡിയസ് തന്നെയാണ് തന്നിരിക്കുന്നത്. റേഡിയസ് തന്നതുകൊണ്ട് ഇങ്ങനെയാണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കുക. പൈ ഇൻറ്റു 2 ഇൻറ്റു ആർ. പൈ അങ്ങനെ തന്നെ 2 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 0.5. ഓക്കെ, 2 ഇൻറ്റു 0.5. 5 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 0.5 എന്ത് വരും? 0.5 ഇൻറ്റു 2 ചെയ്താൽ എന്ത് വരും? 5 2 10, 2 0 0 1. 1.0. 1.0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, 1 എന്ന് എഴുതിയാലും മതി. പൈ ഇൻറ്റു 1 എന്താണ്? പൈ തന്നെ. ഓക്കെ, 2 ഇൻറ്റു അര 2 വട്ടം കൂട്ടിയാൽ എത്രയാണോ എന്നല്ലേ കിട്ടുക. അതുതന്നെയാണ് പൈ 0.5 ഇൻറ്റു 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ഇൻറ്റു 0.5 1 എന്ന് കിട്ടി. 1 ഇൻറ്റു പൈ എന്ത് കിട്ടി? പൈ എന്ന ആൻസർ കിട്ടി. വളരെ എളുപ്പമായിരുന്നല്ലോ ചോദ്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ലെവൽ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈന്, സർക്കിളിന്റെ ഉള്ളിലുള്ള ഒരു ലൈൻ, ആ സർക്കിളിന്റെ 2 സൈഡിലായിട്ട് മുട്ടുന്ന ഒരു ലൈനിനെയാണ് കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോഡ് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. കോഡ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്.
പിന്നെ പറഞ്ഞിരിക്കുന്നത് 4 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോറി, ക്വസ്റ്റ്യൻ നമ്മൾ ചെറുതായി തെറ്റി. കോഡിന്റെ നീളം 4 സെന്റിമീറ്റർ അല്ല, 6 സെന്റിമീറ്റർ ആണ് ഈ ഒരു കോഡിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ സെന്ററിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരെയാണ് ഈ ഒരു കോഡ് നിൽക്കുന്നത്. ഓക്കെ, 4 സെന്റിമീറ്റർ ദൂരെയാണ് ഈ ഒരു കോഡ് നിൽക്കുന്നത്. ഈ ഒരു കോഡിന്റെ നീളമാണ് 6 സെന്റിമീറ്റർ. നമുക്ക് ഇതിന്റെ ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കംഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമുക്ക് അറിയേണ്ടത്? ഒന്നല്ലെങ്കിൽ ഡയമീറ്റർ അറിയണം, അല്ലെ? C ഈക്വൽ ടു സർക്കംഫറൻസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി, 2 ഇൻറ്റു ഡി അല്ല, 5 ഇൻറ്റു ഡി, അല്ലെ? 5 ഇൻറ്റു ഡി എന്ന് അറിയണം. അല്ലെങ്കിലോ 5 ഇൻറ്റു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റേഡിയസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല അറിയണം. അല്ലെങ്കിൽ റേഡിയസ് കിട്ടണം, അല്ലെങ്കിൽ ഡയമീറ്റർ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ ഇപ്പൊ അറിയുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ റേഡിയസ് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? റേഡിയസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ സെന്ററിൽ നിന്നും ഇങ്ങനെ ഒരു ലൈൻ വരച്ച ഇതൊരു റേഡിയസ് ആണോ? തീർച്ചയായിട്ടും ആണ്. കാരണം സെന്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടും ഒരു ലൈനും വരച്ചു. ഇതും റേഡിയസ് ആണോ? യെസ്, ഇതും റേഡിയസ് ആണ്, അതും റേഡിയസ് ആണ്, രണ്ടും റേഡിയസ് ആണ്. ഓക്കെ, ഇപ്പൊ എന്തായി? ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായില്ലേ? ഇത് O എന്ന് പറഞ്ഞ പേര് കൊടുത്തു നിൽക്കുക. ഇത് A, ഇത് B. അങ്ങനെയാണെങ്കിൽ OAB എന്ന് പറയുന്നത് എന്തായി? ഒരു ട്രയാങ്കിൾ ആയിട്ട് മാറി. ട്രയാങ്കിൾ OAB എന്ന് എനിക്ക് പറയാം, അല്ലേ? ട്രയാങ്കിൾ OAB എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ എനിക്ക് കിട്ടി. ഇനി ട്രയാങ്കിൾ വെച്ചുകൊണ്ട് എനിക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഒരു ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? രണ്ട് സൈഡും റേഡിയസ് ആണ്. രണ്ട് സൈഡും റേഡിയസ് ആണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. റേഡിയസ് എപ്പോഴും ഈക്വൽ ആണെങ്കിൽ എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആണെന്നല്ലേ അർത്ഥം. ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ്. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, ആണല്ലോ. ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് ആ റേഡിയസ് എത്രയാണെന്ന് മാത്രം. അതെന്തെങ്കിലും ഒരു ഐഡിയ വരുന്നുണ്ടോ ഇങ്ങനെ കണ്ടുപിടിക്കാമെന്നത്? ഞാൻ ഈ സർക്കിളിലത്തെ ഈ ഒരു ട്രയാങ്കിളിനെ മാത്രം ഇവിടേക്ക് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കല്ലോ ആ ഒരു ട്രയാങ്കിൾ വരിക. ഓക്കെ, ഈ ഒരു ഭാഗം റേഡിയസ്, ഈ ഒരു ഭാഗം റേഡിയസ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതായിരുന്നു കോഡ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരുന്നു. എനിക്ക് ഈ റേഡിയസ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഈ റേഡിയസ് ആണ് കിട്ടേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് 4 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിളിനെ പിന്നെയും രണ്ട് ട്രയാങ്കിൾ ആക്കി മാറ്റി. അപ്പൊ ഇതെന്ന് പറയുന്നത് O, ഇതെന്ന് പറയുന്നത് A, ഇതെന്ന് പറയുന്നത് B ആയിരുന്നു ആ സർക്കിളിൽ. ഇനി പിന്നെയും എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ടല്ലേ? ഇതിനൊരു പേര് കൊടുക്കുന്നത് OAC. OAC എന്ന് പറയുന്നത് വേറൊരു ട്രയാങ്കിൾ എനിക്ക് കിട്ടുന്നില്ലേ? ഈ ഒരു ട്രയാങ്കിളിനെ മാത്രം ഞാൻ എടുത്ത് വരയ്ക്കണം. എങ്ങനെ വരും? ഇങ്ങനെ വരും, ആണല്ലോ. ഇവിടെ A എന്ന് വരും, ഇവിടെ O എന്ന് വരും, ഇവിടെ C എന്ന് വരും. ഇതാണ് റേഡിയസ്. ഈ ഒരു കോഡിന്റെ മൊത്തം എത്രയായിരുന്നു? 6 സെന്റിമീറ്റർ ആയിരുന്നു. ഇതടക്കം ഇവിടെ B എന്ന് പറയുന്ന അളവും കൂട്ടിയിട്ട് AB എന്ന് പറയുന്ന മൊത്തം അളവായിരുന്നു 6 സെന്റിമീറ്റർ. AC എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നതാണല്ലോ എന്ത്? റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ്
സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത് ആർ സ്ക്വയർ ആണ്, ആറാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു നീളം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഈ ഒരു നീളം എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഇനി എ സി എന്ന് പറയുന്ന അളവ് നമുക്കറിയാമോ? എ സി എന്ന് പറയുന്ന അളവ് നമുക്കറിയില്ല. പക്ഷേ 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 നോക്കുക, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് വെക്കാം. ഈ 6 സെന്റിമീറ്റർ, ഇതും 6 ഇതും 6 എന്നുവെച്ചാൽ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം, 6 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഈ ഒരു സൈഡ്, അപ്പോ നമുക്ക് ഇത് ഒ എ ബി, ഇതാണ് സി. ഈ ഒ എന്ന് പറയുന്ന സെന്ററിൽ നിന്ന് നേരെ ഒരു 90 ഡിഗ്രിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും? ഇത് ഐസോസിലസ് ട്രയാങ്കിളുമാണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ഈ ഒരു വര എന്ന് പറയുന്നത് ഈ ഒരു സൈഡിനെ ബൈസെക്ട് ചെയ്യാം. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടായി കൃത്യമായിട്ട് മുറിക്കാം. അപ്പൊ ഈ 6 സെന്റിമീറ്ററിനെ രണ്ടായി കൃത്യമായിട്ട് മുറിച്ചാൽ എന്ത് വരും? ഈ സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ എന്ന് വരും. ഈ സൈഡ് 3 സെന്റിമീറ്റർ. എനിക്ക് ഈ ഒരു സൈഡ് മാത്രം എത്രയാണെന്ന് കിട്ടി? 3 സെന്റിമീറ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റും. എ സി എന്ന് പറയുന്ന അളവ് എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. 3 സെന്റിമീറ്റർ എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഈ ഒരു സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. നമുക്ക് ഈ രണ്ട് അളവും അറിയാമെങ്കിൽ നമുക്ക് ആർ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റില്ലോ. ആർ സ്ക്വയർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം, ഉയരത്തിന്റെ സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് ബേസ് എത്രയാണ്? 3 സ്ക്വയർ. 4 സ്ക്വയർ 16 പ്ലസ് 3 സ്ക്വയർ എത്രയാണ്? 9. 3 into 3 3 into 3 9. 16 പ്ലസ് 9 എന്ന് പറയുന്നത് 25 ആണ്. ഇതാണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് ആറല്ലേ കിട്ടേണ്ടത്? ആർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 6 into 6 ആണ് ഇത് 25. 6 into 6 ആണ് ആർ സ്ക്വയർ. അപ്പൊ വെറും 6 എന്ന് പറഞ്ഞാൽ എന്ത് വരും? √25. ആർ സ്ക്വയറിനെയാണ് 25 എന്ന് വിളിച്ചത്. അപ്പൊ വെറും 6 എന്ത് വരും? √25 എന്ന് വരും. √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സെന്റിമീറ്റർ. ആർ എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു. അതെന്ന് പറയുന്നത് ഇവിടെ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡ് വെർട്ടെക്സും സർക്കിളിനെയാണ് നിൽക്കുന്നത്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. Base and height. Calculate the circumference of the sun. സർക്കംഫറൻസ് കിട്ടാൻ നമുക്ക് അറിയുന്ന വഴി എന്താണ്? എങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കുക. റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ അറിയുക വേണ്ടത്. നമുക്കൊന്നും കൂടി നമുക്ക് ചെയ്തതുപോലെ ഇവിടെ സെന്റർ സർക്കിളിന്റെ റേഡിയസ്, ഈ റേഡിയസ് എനിക്ക് കിട്ടിയ പോലെ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ഇവിടെ എയും സിയും 90 ഡിഗ്രി ആണ്. 90. ഇത് എന്തായിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡും ഐസോസിലസ് ട്രയാങ്കിൾ വരാം മിഡിൽ
ഈ ഒരു 2 സെന്റിമീറ്റർ. നമുക്ക് റൂൾ വെച്ച് സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ OC ഒരു OC എത്രയാണ് എന്ന് പറയുന്നത് 2. OC എത്ര വരും? അതാണ് നമുക്ക് നോക്കുന്നത്. OC എന്ന് പറയുന്നത് എന്താണ്? സെന്ററിൽ നിന്നും ആ കോഡിലേക്കുള്ള ദൂരമാണ്. ആ ദൂരം എങ്ങനെ? അതാണ് കുറച്ചൊരു ട്രിക്കിയർ ആയിട്ടുള്ളത്. ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു ചിത്രത്തില് സെന്ററിൽ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം ഇതൊരു റേഡിയസ് ആണല്ലോ. ഇതൊരു റേഡിയസ് ആണ്. ഈ ഒരു മുഴുവൻ ഭാഗമല്ലേ 4 സെന്റിമീറ്റർ വരുന്നത്? ഭാഗം 4 സെന്റിമീറ്റർ. ആ 4 സെന്റിമീറ്ററിൽ സെന്ററിൽ നിന്ന് ഇത്ര ഭാഗം എന്താണ്? റേഡിയസ് ആണ്. 4ൽ നിന്ന് 6 കുറച്ചാ പോരെ? എനിക്ക് എന്ത് കിട്ടാൻ? ഈ ഒരു സൈഡ് മാത്രമേ സൈഡ് എന്ത് 4 മൈനസ് OC എന്ന് പറയുന്നത് 4 മൈനസ് 6 ഹോൾ സ്ക്വയർ. 4 മൈനസ് 6 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കോളൂ. 4 മൈനസ് 6 ഹോൾ പ്ലസ് 2 സ്ക്വയർ. 4 മൈനസ് 6 ഹോൾ ഇതാണ് 4 മൈനസ് 4 മൈനസ്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് a മൈനസ് b ഹോൾ സ്ക്വയർ a മൈനസ് b ഹോൾ a സ്ക്വയർ മൈനസ് 2a ഇവിടെ a ആയിട്ട് എടുത്ത് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു പ്ലസ് b സ്ക്വയർ 4 സ്ക്വയർ എന്ത് മൈനസ് 2 ഇൻറ്റു 4 എന്താണ്? 6 പ്ലസ് 4 മൈനസ് 3 മൈനസ് പ്ലസ് ഇതിന്റെ കൂടെ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയ്റ്റ് സ്ക്വയർ അല്ലേ? 16ഉം 4ഉം നമ്പർ സ്ക്വയർ. ഇവിടെയും 6 സ്ക്വയർ 12 ഇങ്ങോട്ട് സ്ക്വയർ മൈനസ് 6 എത്രയാണ് കിട്ടേണ്ടത്? ഈ 12 മൈനസ് 2 8 ആറുന്നില്ല.
മൈനസ് 8 ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഡിവിഷൻ വരും. -2 ഡിവൈഡഡ് മൈനസും മൈനസും 12 2ന്റെ ടേം 2 4 ക്യാൻസൽ ചെയ്ത പോലെ 2 3 2 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൽ എന്തെങ്കിലും ഓക്കെ, ഇവിടെ ചെറിയൊരു തിരുത്തലുണ്ട്. ഇവിടെ 16 മൈനസ് 4 16 പ്ലസ് 4 എന്നല്ലേ, 16 ഇവിടെ പ്ലസ് 4 എന്നല്ലേ ഉള്ളത്, 12 എന്നല്ലേ, 12നെ 20 എന്നാണ് ഒന്ന് എഴുതിയത്. 20 എന്ന് by 8 by 2ന്റെ ടേബിളിൽ 2 10s 4 by 2 point കൃത്യം